എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇഡിയെ പേടിച്ച് പനി പിടിച്ച തൈക്കണ്ടി വീണ ആ പനിക്കടക്കെ തന്നെ കിടക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ബുധനാഴ്ച ഹാജരാണോ അടുത്ത സമരസ് വന്നിട്ടുണ്ട്. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി, എന്തായാലും ഇഡി വിടുന്ന മട്ടില്ല. ആദ്യത്തെ ദിവസമൊക്കെ ഒരു മെയിൽ അഴിച്ച് തലയൂരാം. ഇനിയത്തെ തവണ ചെന്നില്ലെങ്കിൽ തൂക്കിയെടുക്കാം. എനിക്ക് വരാൻ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് ബുദ്ധിമുട്ടാണ്. ഞാൻ വക്കീലിനെ അയച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അവർ മറുപടി കൊടുത്തിട്ടില്ല. വക്കീലൊന്നും വേണ്ട, ആളെങ്കിൽ വന്നാൽ മതി എന്നുള്ള. വക്കീൽ പോയാൽ ശരിയാവില്ല. അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാറുള്ളത്. വക്കീൽ പോയിട്ട് കാര്യമില്ല ഇക്കാര്യത്തിൽ. നമസ്കാരം. വീണ വിജയനെ വെറുതെ വിടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു ഉദ്ദേശവുമില്ല എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ഒരിക്കൽ കൂടി വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുമായിരുന്നില്ല, രണ്ടാമത്തെ സമൻസ് അയക്കുമായിരുന്നില്ല. ഇന്നായിരുന്നു വീണ വിജയൻ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാവേണ്ടത്. ഇന്നലെ തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ അയക്കുന്നു. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം! ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ഒരു തറവാട്ടിലെ കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇളമുറക്കാരിയാണ്. ഇളമുറക്കാരി, അതായത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത പിടിച്ച വാളിന്റെയും കടാരയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ടുള്ള, അത് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പ്രത്യേകതര ആക്ഷൻ കാണിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി വിരട്ടുന്ന കടത്തനാടിന്റെ പാരമ്പര്യമുള്ള പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ഫാമിലിയാണ്. ഒരു പിതാവിന്റെ മകളാണ് അദ്ദേഹം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അദ്ദേഹത്തിന്റെ പ്രസക്തമായ ചില സൂക്തങ്ങളിൽ ഒന്ന്, മടിയിൽ കനമുള്ളവർക്ക് വഴിയിൽ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പറ്റിയൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു തെളിച്ചു പറ. ഉണ്ടാവില്ല. ഇവിടെ ഇതിന് മറുപടി കൊടുക്കേണ്ട. മുമ്പൊരിക്കലും നിയമസഭയിൽ പിണറായി 2 കൈ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പലവണ കാണിച്ചു. അപ്പൊ അണികളെല്ലാം ഒന്ന് പോയെ അവിടെ നിന്ന് അപ്പ പറഞ്ഞു, അത് ഹുറേ പറഞ്ഞു, ബലേ ഭേഷു പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു, ഡെസ്കിലടിച്ചു, ആമോദം കൊണ്ടു. ഇപ്പോ അണികളുമില്ല, ഹുറേ പറയാനും ആളില്ല, ഡെസ്കിലടിക്കാനും ആളില്ല. എല്ലാവർക്കും കാര്യം ഏതാണ്ട് പിടികിട്ടി തുടങ്ങി. ഞാൻ ഇപ്പൊ ഞങ്ങളുടെ പേരിലായ തെറ്റ് നിന്റെ വായിൽ എന്തായിരുന്നു? നിനക്ക് പറയായിരുന്നില്ലേ? പറയായിരുന്നു. പക്ഷേ